പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ തൻ്റെ ദയയാൽ നമ്മെ കൂട്ടിച്ചേർക്കുകയും ചെയ്തവനായ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഏറെക്കുറെ എല്ലാവരും തന്നെ ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം എൻ്റെ വിളി കേൾക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഞാൻ വിളിക്കുമ്പോഴൊക്കെയും എനിക്ക് ഉത്തരം നൽകണം, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാകുവാൻ പാടുള്ളതല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്ന്? ജോലി കിട്ടണം, കല്യാണം നടക്കണം, വീട് വയ്ക്കണം, പണം കിട്ടണം, എല്ലാ ആവശ്യങ്ങളും മനസ്സിൽ അലയടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരും. പക്ഷെ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഇഷ്ടം ഉണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുവല്ലോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങളെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവിനെന്ന്. കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നിനക്ക് നന്മയായിട്ടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് നീ പ്രവർത്തിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ വിളിക്കും, ദൈവം എൻ്റെ വിളി കേൾക്കണം, ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതോ ദൈവ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരെ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തു വച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെയും കർത്താവ് എടുത്തു തരുവാൻ ദൈവത്തിൻ്റെ ദയയാണ് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളതൊക്കെയും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം കേട്ടു എന്ന് പറയുവാൻ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, ഒരാൾ ഒഴികെ. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് പറയുവാൻ സാധിക്കും, ദൈവം എന്നെ വിളിച്ചു, ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന്? അങ്ങനെ പറയുവാൻ, അങ്ങനെ സാക്ഷിക്കുവാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ സാക്ഷ്യം. ദൈവ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുന്നു എന്ന് പറയുവാൻ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നു എന്ന് പറയുവാൻ, കർത്താവിൻ്റെ ഹിതം എന്നിൽ എന്താണെന്ന് എനിക്ക് അറിയാം എന്ന് പറയുവാൻ, ആ ഹിതം ഞാൻ പ്രാവർത്തികമാക്കുന്നു എന്ന് പറയുവാൻ നമുക്കും സാധിക്കേണ്ടതിനായി നമ്മെ തന്നെ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടിയ എല്ലാവർക്കും ദൈവത്തോട് അവൻ്റെ ഹിതം അനുസരിക്കുന്നവരാകുവാൻ കടന്നു വരുന്നു എന്ന് ഏറ്റുപറഞ്ഞ് താഴ്ത്തി സമർപ്പിച്ച് ജീവനോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. Hallelujah, glory to God, glory to God, glory to God, hallelujah. പിതാവേ സ്തോത്രം, 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 hallelujah, hallelujah. കർത്താവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു പിതാവേ. Glory to God, glory to God, glory to God, hallelujah, hallelujah, hallelujah. Praise the Lord, glory to Master, hallelujah. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കൃപ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കർത്താവിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ.
hallelujah. Praise the Lord, hallelujah, hallelujah. Hallelujah, glory to Master, hallelujah. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം, hallelujah. Praise the Lord, glory to God, praise the Lord, glory to Master, hallelujah. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നതിനാൽ, കർത്താവിൻ്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു പിതാവേ. Glory to God, hallelujah. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ പാപ ഭാരമല്ല തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ, പോയപ്പോൾ താൻ വേഗം വരും. എൻ്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. Hallelujah, hallelujah, hallelujah. Glory to God, glory to Master, hallelujah.
നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് വരെയും നടത്തിയ കൃപകൾക്കായി നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് വരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ ഞങ്ങളെ വഴി നടത്തി വന്ന കൃപകൾക്കായി നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ ദയ ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചതിനായി നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു മാസ്റ്റർ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സാരാഭൂകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. സാരാഭൂകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കൂട്ടുകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കൂട്ടുകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ,
ചെങ്കടലകലും എരിക്കോ വീഴും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ. ചെങ്കടലകലും എരിക്കോ വീഴും ആരാധനയിങ്കൽ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു പിതാവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു പിതാവേ. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്യന്ത ശക്തി പിന്നെയും പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണമേ കർത്താവേ. അനുഗ്രഹത്തിനും വിടുതലിനുമായിട്ടല്ല, ഞങ്ങളുടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായി കടന്നു വരുവാൻ, ഞങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി ഇവിടെ നിന്നും കടന്നു പോകുവാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ പിതാവേ. കർത്താവിന്റെ ശക്തി ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദൈവശക്തി ഞങ്ങളെ മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, കൃതജ്ഞതാ സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥനയും യാചനയും വഴി നിങ്ങളുടെ നാനാവിധത്തിലുള്ള അപേക്ഷകൾ ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. എന്ത് കാര്യമായാലും, ചെറുതോ വലുതോ ആയ എന്ത് കാര്യമായാലും നിങ്ങൾ ആകുലരാകേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. വേറെ എന്ത് ചെയ്യണം? കൃതജ്ഞതാ സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥന വഴിയും യാചന വഴിയും നിങ്ങളുടെ നാനാവിധത്തിലുള്ള അപേക്ഷകൾ ദൈവത്തിന് സമർപ്പിക്കുക. ഹല്ലേലൂയ. കൃതജ്ഞതാ സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥന, യാചന, ഇത് രണ്ടും വേണം. കൃതജ്ഞതാ സ്തോത്രം, അതെന്താണ് കൃതജ്ഞതാ സ്തോത്രം? കൃതജ്ഞതാ സ്തോത്രം എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി എപ്പോഴും ഹൃദയത്തിലുണ്ടാകണം. അങ്ങനെ ഹൃദയത്തിൽ ദൈവം ചെയ്ത, നമുക്കായി ചെയ്ത അത്ഭുതങ്ങൾക്കായി, നമുക്കായി ചെയ്ത നന്മകൾക്കായി
ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി, പ്രാർത്ഥന കേട്ട് നമുക്കായി ദൈവം പ്രവർത്തിച്ചതിനായിട്ട് ഒരു നന്ദി പറയണം യേശുവിന്. യേശു ചെയ്ത എല്ലാറ്റിനും ഹൃദയത്തിൽ നന്ദി പറയണം. യേശുവിന് നന്ദി പറയണം. ആരാണോ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും ഈ കാര്യങ്ങൾ സാധിച്ചു തന്നത്, അവർക്കും നീ നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയുമ്പോൾ കൃതജ്ഞതാ സ്തോത്രം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കൃതജ്ഞത, നന്ദി നിറഞ്ഞ സ്തോത്രം, നന്ദി ബലി. അതൊരു ബലിയാണ്. ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ബലിയാണ് സ്തോത്ര ബലി. ആ സ്തോത്ര ബലി കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ യാചനകൾ, നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് കർത്താവിനോട് പറയണം. കർത്താവിനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവ് കേൾക്കുമോ? ഇല്ല. നിനക്കെന്തെങ്കിലും നന്മ വർഷങ്ങളായി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ പുതിയ നന്മകൾ കൊണ്ട് നിന്നെ ദൈവം നിറയ്ക്കുകയാണ്. ഇതിന് നിനക്കൊരു നന്ദി ഉണ്ടാകണം. ഇവിടെ കർത്താവ് പറയുന്നു, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾക്കുണ്ടാകുന്ന പ്രാരാബ്ധങ്ങൾ, വിഷമങ്ങൾ, ഉപദ്രവങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിചാരിച്ച് ചിന്തിച്ച് മക്കൾക്കായോ മക്കളുടെ ആയിട്ടുള്ള അവരുടെ വിവാഹത്തിനായിട്ടോ അവരുടെ പഠിപ്പിനായിട്ടോ ഉദ്യോഗത്തിനായിട്ടോ മറ്റുള്ള വകയിലുള്ള എന്ത് പ്രശ്നം നിനക്കിരുന്നാലും നീ ദുഃഖിക്കരുത്. ഒരു വിശ്വാസി ദുഃഖിക്കാൻ പാടില്ല. ഈ ദുഃഖം, വേദനകൾ എന്തൊക്കെയാണോ അത് നീ ദൈവത്തോട് പറയണം. അതിന് ദൈവത്തോട് പറയുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ഒരു കൃതജ്ഞത, ഒരു നന്ദി നിനക്കുണ്ടായിരിക്കണം. ആ നന്ദിയോടുകൂടി കഴിഞ്ഞ നാളുകളിൽ ദൈവം നിനക്ക് ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്ത് നീ ദൈവത്തോട് നിൻ്റെ നന്ദി ബലി അർപ്പിച്ചുകൊണ്ട് നിൻ്റെ യാചനകൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ എന്താണോ അത് ദൈവത്തോട് പറയണം. ദൈവത്തോട് പറയണം. അപ്പോൾ ആര് പറഞ്ഞാൽ ദൈവം കേൾക്കും? ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകളെല്ലാം നാം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നാം ഓരോ പ്രാവശ്യവും നമുക്ക് ചെയ്ത നന്മകൾക്കായി ദൈവത്തിന് നീ നന്ദി അർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, കർത്താവേ, ഈ കാര്യങ്ങൾ ചെയ്തതിനായി നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും വലിയ രോഗം എനിക്ക് തീർത്തു തന്നല്ലോ, നിനക്ക് നന്ദി പറയുന്നു. ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ വിവാഹം നടന്നു കിട്ടിയല്ലോ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മക്കൾ പഠിപ്പിൽ മുന്നേറിയില്ല എന്ന് ഞാൻ വിചാരിച്ചു, അവരുടെ പഠിത്തമൊക്കെ ശരിയാക്കി അവർക്ക് ജോലിയും നീ കൊടുത്തല്ലോ, നിനക്ക് നന്ദി കർത്താവേ എന്നുള്ള ചിന്ത നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ ചിന്ത ഉണ്ടായിരുന്നാൽ ആ നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്ര ബലി അർപ്പിക്കണം. അർപ്പിച്ചുകൊണ്ട് ഇനിയും നിനക്ക് നടക്കേണ്ട കാര്യങ്ങൾ എന്താണോ അതിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ നന്ദിയുള്ള ആളാണ് എന്ന് കർത്താവിന് ബോധ്യം വരുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിന് കാര്യം നടന്നതിന് ശേഷം തിരിഞ്ഞു നടന്നവളാണെങ്കിൽ
അനുഗ്രഹത്തിൻ്റെ വീണ്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന കാര്യം നിശ്ചയമില്ലാത്തതാണ്. ഉറപ്പായി ദൈവത്തോട് എന്ത് കാര്യവും പറയുവാൻ സാധിക്കും നീ വചനപ്രകാരം ജീവിക്കുന്നെങ്കിൽ. ഉറപ്പായി ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കും. കർത്താവേ, എനിക്ക് ഇന്ന നന്മകൾ നീ ചെയ്തുവല്ലോ, നിനക്ക് നന്ദി. ഇപ്പോൾ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, ഞാൻ നിന്നോട് നന്ദിയോടെ നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപേക്ഷകൾ നീ സ്വീകരിക്കണമേ എന്ന് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി, കള്ളം പാടില്ല, ആത്മാർത്ഥതയോടുകൂടി നിനക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നിൻ്റെ അപ്പനാണ് യേശു. ആ അപ്പൻ നിനക്കെല്ലാം ചെയ്തു തരും. ആ അപ്പനോട് ധൈര്യമായിട്ട് ചോദിക്കാം. മനസാക്ഷിയിൽ കുറ്റമില്ല എങ്കിൽ ചോദിക്കാം. മനസാക്ഷിയിൽ നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ നിനക്ക് ചോദിക്കാൻ സാധ്യതയില്ല, ചോദിക്കാൻ പറ്റുകയില്ല, അവകാശമില്ല, യോഗ്യതയില്ല. ഓരോ പ്രാവശ്യവും നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ മക്കൾക്കും നീ ചെയ്യുന്ന തൊഴിലിനും എന്തെല്ലാം ദൈവം നന്മകൾ ചെയ്തു. ഈ നന്മകൾക്കെല്ലാം എൻ്റെ കർത്താവേ, ഇതെല്ലാം നീ എനിക്ക് ചെയ്തല്ലോ എന്ന് നന്ദി പറയുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. ലോകത്ത് തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ആ ചുരുക്കം പേർ നന്ദിയോടുകൂടി ദൈവത്തിനോട് ഇനിയുമുള്ള കാര്യങ്ങൾക്കായി പ്രാർത്ഥിച്ചാൽ ദൈവം അതെല്ലാം ചെയ്തു കൊടുക്കും. കാരണം മനസ്സാക്ഷിയിൽ തെറ്റില്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റുമെന്നുണ്ടേ എങ്കിൽ, കർത്താവേ, ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ മകളാണ്, ഇതാ നിൻ്റെ സന്നിധാനത്തിൽ ഞാൻ കാണപ്പെടുന്നു. നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നന്ദി പറയാറുണ്ട്. ഇതെല്ലാം നിനക്കറിയാമല്ലോ കർത്താവേ, എനിക്ക് ഈ കാര്യവും കൂടി നീ സാധിച്ചു തരണമേ എന്ന് നീ അപേക്ഷിച്ചാൽ, യാചിച്ചാൽ നിൻ്റെ യാചന കർത്താവ് കേൾക്കും. നീ ദുഃഖിക്കേണ്ടി വരില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം അതാണ്. നന്ദി വേണം. ഇവിടെ കർത്താവ് പറയുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. ഈ നന്ദി നിറഞ്ഞ ഹൃദയം നിങ്ങൾക്കുണ്ടായി നന്ദി പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരും യഥാർത്ഥത്തിൽ നന്ദി ഉള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ഭയക്കുന്നവരും വചനപ്രകാരം ജീവിക്കുന്നവരും ദൈവം ചെയ്തിട്ടുള്ള ഓരോ അത്ഭുതങ്ങൾക്കും തുടരെ നന്ദി പറഞ്ഞു വരുന്നവരും അത് കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചുകൊണ്ട് നേരവും ദൈവത്തിന് നന്ദി പറയുന്ന സ്വഭാവം ഉള്ളവർക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. ദൈവം എല്ലാം ചെയ്തു തരും. നീ എന്ത് ചോദിച്ചാലും നിനക്ക് ആവശ്യമാണ് ആ കാര്യമെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് ചെയ്തു തരും. കാലതാമസമില്ല. നന്ദിയില്ലാത്തവർക്ക് അത് നടപ്പില്ല. വായിക്ക. ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, കൃതജ്ഞതാ സ്തോത്രത്തോടെയുള്ള പ്രാർത്ഥനയും യാചനയും വഴി നിങ്ങളുടെ നാനാവിധത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, പല വിധത്തിലുള്ള ആവശ്യം പലർക്കുമുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് സമർപ്പിക്കുക. അത്രയും നീ ചെയ്താൽ മതി. നീ നല്ലൊരു വിശ്വാസിയാണെങ്കിൽ, നീ ദൈവത്തിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, ദൈവം നിനക്ക് ചെയ്തിട്ടുള്ള നന്മകൾക്കൊക്കെ നിൻ്റെ ഹൃദയത്തിൽ നന്ദി ഉണ്ടേ എങ്കിൽ, ആ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് ആ ദൈവത്തോട് നിൻ്റെ ആവശ്യങ്ങൾ നീ എടുത്തു പറയാം. എനിക്കിന്ന കാര്യം സാധിക്കണം, എനിക്കിന്ന കാര്യം നടക്കണം. കർത്താവേ, നീ അറിയുന്നുണ്ടല്ലോ എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കടങ്ങൾ, എൻ്റെ കടബാധ്യതകൾ എല്ലാം നീ അറിയുന്നുണ്ടല്ലോ. നിനക്കെല്ലാം അറിയാമല്ലോ.
ഞാൻ നിൻ്റെ വചനത്തിലൊന്നും തെറ്റിയിട്ടില്ല. ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ നന്ദിയുള്ളവളാണ്. നിനക്കറിയാമല്ലോ കർത്താവേ, ഞാൻ ആ നന്ദി, ആ സ്തോത്ര ബലി ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റേതായ ആവശ്യങ്ങളെല്ലാം ഞാൻ നിന്നോട് നിരത്തുന്നു. നീ എനിക്കായി പ്രവർത്തിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കും. പക്ഷേ അതിനു മുമ്പ് ഹൃദയം വിശുദ്ധിയുള്ളതായിരിക്കണം. ചുമ്മാ പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല. ഹൃദയത്തിൽ വിശുദ്ധി. എന്താണ് വിശുദ്ധി? ആരോടും പകയില്ല, ആരോടും വിരോധമില്ല, ആരോടും സ്നേഹക്കുറവില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും അവരോട് സഹകരിക്കുകയും കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ പരസ്പരം ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മക്കളാണ് യഥാർത്ഥ വിശ്വാസികൾ. ആ വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം പറയുന്നത്, നീ ആകുല ചിന്ത ആകരുത്, ആകുല ചിന്ത നിന്നിൽ ഉണ്ടാകരുത്, നിന്നിൽ ദുഃഖമുണ്ടാകരുത്, നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട. ഞാൻ പരിഹാരിയാണ്, ഞാൻ നിനക്ക് പരിഹാരിയായ ദൈവമാണ്, ഞാൻ നിനക്കായി പ്രവർത്തിക്കുന്ന ദൈവമാണ്, നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന ദൈവമാണ്. നീ ആകുല ചിത്ത ഉള്ളവനായി കാണരുത്. നിൻ്റെ ഹൃദയത്തിൽ ഒരു കാരണം കൊണ്ടും ഭയം തോന്നരുത്. നിൻ്റെ ഹൃദയത്തിൽ ദുഃഖം തോന്നരുത്. ദൈവമക്കൾ ദുഃഖപ്പെടാൻ പാടില്ല, ദൈവമക്കൾ സങ്കടപ്പെടാൻ പാടില്ല. അതെന്തുകൊണ്ട് ദൈവമക്കൾ സങ്കടപ്പെടാൻ പാടില്ല? ദൈവമക്കൾ സങ്കടപ്പെടരുത്. എന്ത് കാര്യം? സങ്കടപ്പെട്ടാൽ നിനക്ക് ദൈവത്തോട് വിശ്വാസമില്ല എന്നർത്ഥം. ദൈവം, എൻ്റെ ദൈവം എനിക്കായി പ്രവർത്തിക്കും, യേശു എൻ്റെ അപ്പനാണ്, ആ അപ്പൻ്റെ മകനാണ് ഞാൻ, ആ അപ്പൻ്റെ മകളാണ് ഞാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം നിന്നെ ഭരിക്കുന്നു എങ്കിൽ നിനക്കെന്തിനു സങ്കടം? എൻ്റെ അപ്പൻ നോക്കിക്കൊള്ളും. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ അപ്പൻ നോക്കിക്കൊള്ളും. എൻ്റെ വിഷമങ്ങൾ എൻ്റെ കർത്താവ് തീർത്തു തരും. എൻ്റെ രോഗം മുഴുവൻ എൻ്റെ യേശു എടുത്തു മാറ്റും. എനിക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ ദുഃഖിക്കുകയില്ല. ദുഃഖം വരും, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും സങ്കടവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. കാലാകാലങ്ങളിൽ അതൊക്കെ ഉണ്ടാകും. പക്ഷേ വിശ്വാസമുള്ള മനുഷ്യൻ ജയിക്കും, വിശ്വാസമില്ലാത്തവൻ തോറ്റുപോകും. സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ വരുമ്പോഴൊക്കെ അതിൽ ഉറച്ചു നിൽക്കുക. നിൻ്റെ കണ്ണുകൾ ദൈവത്തിനെ നോക്കി കാണുക. ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നിൻ്റെ കണ്ണുകൾ കടന്നു ചെല്ലുക. അവിടെ നിനക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും നിനക്ക് ലഭിക്കും. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ആശ്വാസം കിട്ടുന്നത് ദൈവത്തിൽ മാത്രമാണ്, മനുഷ്യനിലില്ല. പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കണം, ആശ്വാസം തരുന്നത് ദൈവം മാത്രമാണ്, സമാധാനം തരുന്നത് ദൈവം മാത്രമാണ്, മനസ്സിൽ സന്തോഷം തരുന്നത് ദൈവം മാത്രമാണ്. നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വിടുതൽ തരുന്നതും ആ ദൈവമാണ്. അപ്പോൾ നിൻ്റെ കണ്ണുകൾ യേശുവിനെ നോക്കി കാണണം. നിൻ്റെ ചിന്ത യേശുവിനൊത്ത ചിന്തയായി കാണപ്പെടണം. മനസ്സിൽ നിനക്ക് ധൈര്യക്കുറവ് തോന്നാൻ പാടില്ല, വിശ്വാസക്കുറവ് തോന്നാൻ പാടില്ല. പൂർണ്ണമായ വിശ്വാസം. എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായി യേശു എനിക്കായി കടന്നു വരും, ആ യേശു എനിക്കായി എല്ലാം ചെയ്യും. ഈ പൂർണ്ണമായ
ഒരു വിശ്വാസം നിന്നിലുണ്ടേ എങ്കിൽ കർത്താവ് നിൻ്റെ ഹൃദയത്തിൻ്റെ മേന്മ എന്താണെന്ന് മനസ്സിലാക്കും. എല്ലാം ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് അങ്ങ് ഒളിപ്പിച്ചാൽ മതി, അതൊന്നും കർത്താവിന് കാണില്ല. ചില കാര്യങ്ങൾ മാത്രം കർത്താവിനോട് പറഞ്ഞാൽ മതി, ബാക്കി മിച്ചമുള്ളത് ഒളിപ്പിച്ച് വെളിയിൽ പറയാതിരുന്നാൽ മതി എന്ന് നീ വിചാരിക്കുന്നു. അങ്ങനെയല്ല. നീ പറയുന്നതിൽ എത്ര കള്ളമുണ്ട്, പറയാത്ത സത്യങ്ങൾ എത്ര ഉണ്ട്, ഇത് ദൈവത്തിനറിയാം. അപ്പോൾ നീ കള്ളപ്രമാണം ചെയ്യുമ്പോൾ ദൈവം നിനക്കെതിരായി മാറും. അഥവാ ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് വരില്ല. എന്നാൽ യഥാർത്ഥമായ മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ നിൻ്റെ തെറ്റുകുറ്റങ്ങൾ സമ്മതിച്ച് നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, കർത്താവേ നീ ചെയ്ത നന്മകൾക്ക് നന്ദി എന്ന് നന്ദി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാണപ്പെട്ടാൽ നിൻ്റെ യാചനകളെല്ലാം കർത്താവ് തീർത്തു തരും. നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയാണ് കർത്താവ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ആ യഹോവയുടെ മക്കളാണ് നാം എല്ലാം. ഈ സത്യം മറക്കരുത്. നീ അല്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ദുഃഖിക്കുന്നു, ചെറിയ ചെറിയ ലൗകികമായ കാര്യങ്ങൾക്കായി ദുഃഖിക്കുന്നു, വെളിയിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾക്കായി നീ ദുഃഖിക്കുന്നു. എന്നാൽ കർത്താവ് ദുഃഖിക്കുന്നു നിന്നെക്കുറിച്ച്. എന്തിന്? നിന്നെ എങ്ങനെയെങ്കിലും സ്വർഗത്തെത്തിക്കണമെന്ന്. അപ്പോൾ നീ വിശുദ്ധിയുള്ളവളായി, വിശുദ്ധിയുള്ളവനായി, നല്ല ക്രിസ്ത്യാനിയായി നീ കാണപ്പെട്ടാൽ കർത്താവ് തീർച്ചയായിട്ടും നിന്നെ അനുഗ്രഹിക്കും. വിശുദ്ധിയാണ് പ്രധാനം. മഹാപരിശുദ്ധവാനാണ് നമ്മുടെ ദൈവം. ആ മഹാപരിശുദ്ധവാൻ്റെ മകനാണ് ഞാൻ, മകളാണ് ഞാൻ എന്ന് നീ അവകാശപ്പെടുന്നു എങ്കിൽ നീ എത്രമാത്രം താഴെ കടന്നു വരണം, എത്രമാത്രം നിൻ്റെ പാവങ്ങൾക്കായി നീ കരഞ്ഞ് ഭർത്താവിനോട് മാപ്പ് ചോദിച്ച് നന്ദിയില്ലാതെ പോയ കാലങ്ങളെ ഓർത്ത്, നന്ദിയില്ലാതെ പ്രവർത്തിച്ച കാലങ്ങളെ ഓർത്ത്, നന്ദി പറയാതെ ഓടിക്കളഞ്ഞ കാലങ്ങളെ ഓർത്ത് നീ ദുഃഖിച്ച് ദൈവത്തോട് മാപ്പിരക്കണം. അപ്പോൾ നിനക്ക് വിടുതല, പൂർണ്ണ വിടുതല. ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. നിൻ്റെ ആവശ്യങ്ങൾ നിനക്ക് നടത്തിത്തരും. നീ ഒന്നിനും ദുഃഖിക്കേണ്ട. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഹൃദയത്തിലുള്ള ചിന്തകൾ, ആകുല ചിന്തകൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള പല വിധത്തിലുള്ള വേദനകൾ, അത് മനസ്സിൽ കിടന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് ഉറക്കമില്ല, പലർക്കും ഉറക്കമില്ല, പലർക്കും ഉറക്കമില്ല. കുറ്റം ചെയ്തവർക്ക് ഉറങ്ങാൻ പറ്റില്ല. കുറ്റം ചെയ്തവർക്ക് രാത്രി കിടന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ല. മനസ്സാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം, നിങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളും അവനിൽ സമർപ്പിക്കുക, ദൈവത്തിനെ ഏൽപ്പിക്കുക. നമുക്ക് താങ്ങാനൊക്കില്ല. നമ്മുടെ ദുഃഖം നമുക്ക് സ്വയം പരിഹരിക്കുവാനോ ആ ദുഃഖത്തിൻ്റെ ഭാരം നമ്മുടെ ചുമലിലേറ്റി നടക്കുവാനോ നമുക്ക് സാധ്യമല്ല. അത് ഇറക്കി വയ്ക്കണം. തലയിലിരിക്കുന്ന ഭാരം നീ ഇറക്കി വയ്ക്കണം. എവിടെ ഇറക്കി വയ്ക്കണം? തറയിലോ? അല്ല, യേശുവിൻ്റെ ചുമലിൽ ഇറക്കി വയ്ക്കണം.
യേശുവിൻ്റെ തോളിൽ ഇറക്കി വയ്ക്കണം. അതിന് നിനക്ക് സാധിച്ചാൽ നീ വിജയിക്കുന്ന ആളായി കാണപ്പെടും. നീ ദുഃഖിച്ചതുകൊണ്ട് നിനക്കൊരു കാര്യവും നടക്കുകയില്ല. നീ കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല. നീ പ്രയാസപ്പെട്ട് നീറി മരിക്കുന്നത് കൊണ്ട് നിനക്കൊരു പ്രയോജനവും നടക്കുകയില്ല. എല്ലാറ്റിനും പരിഹാരി യേശുവാണ്. രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾക്ക് എല്ലാവർക്കും യേശുവാണ് ഏക പരിഹാരി. ആ ഏക പരിഹാരി നിൻ്റെ എല്ലാവിധ അസ്വസ്ഥതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റാൻ കെൽപ്പുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിൽ നീ ശരണം പ്രാപിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നീ ദുഃഖിച്ചതുകൊണ്ട് കരഞ്ഞതുകൊണ്ട് നിൻ്റെ ഗൃഹത്തിലെ ഒരു കാര്യവും നടക്കുകയില്ല, നിൻ്റെ സ്വന്തം കാര്യവും നടക്കുകയില്ല, നിൻ്റേതായ തൊഴിലിലും ഒരു മുന്നേറ്റം കിട്ടുകയില്ല. നീ നിൻ്റെ തൊഴിലിന് ദൈവത്തിന് കൊടുക്കും. നീ ചെയ്യുന്ന പണി എന്താണോ, മീൻ പിടിക്കുന്നതാണ് എങ്കിൽ ആ തൊഴിലിനെ യേശുവിനെ ഏൽപ്പിക്കും. കരയിലുള്ള ജോലിയാണെങ്കിൽ ആ ജോലിയും യേശുവിനെ ഏൽപ്പിക്കും. ഉദ്യോഗവും മറ്റുള്ള രീതികളിൽ ജോലി ചെയ്യുന്നവരും അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ യേശുവിനെ ഏൽപ്പിച്ചാൽ യേശു അനുഗ്രഹിക്കും. നിൻ്റെ ആകുല ചിന്തകൾക്കെല്ലാം ദൈവം പരിഹാരിയാണ്. നീ കർത്താവിൻ്റെ മകനാണ്, മകളാണ്. ഇത് സത്യമാണ് എങ്കിൽ, ഈ ചിന്ത നിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ, ഈ ചിന്ത നിന്നെ ഭരിക്കുന്നു എങ്കിൽ, നിനക്ക് യേശു അത്താണിയാണ്. യേശു നിനക്ക് അത്താണിയാണ്. ആ യേശു മാത്രം മതി എന്ന് നീ പറയണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു എനിക്ക് മതിയായവൻ, അവൻ മതി, അവൻ മാത്രം എനിക്ക് മതി, എൻ്റെ യേശു മാത്രം എനിക്ക് മതി, അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കായി ചെയ്തു തരും, അവൻ മതി, യേശു മതി. ഈ ചിന്ത നിൻ്റെ ഉൾഹൃദയത്തിൽ തട്ടി അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിൻ്റെ വിശ്വാസം വൃഥാവായി പോവും. നീ വിശ്വാസി എന്ന് പറയാൻ യോഗ്യത ഇല്ലാത്തവനായി കാണപ്പെടും. പൂർണ്ണ വിശ്വാസം കർത്താവിൽ നീ വയ്ക്കുക. ഇവിടെ ദൈവത്തിൻ്റെ നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. നിങ്ങളുടെ എന്താണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിങ്ങളെ വേദനിപ്പിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ആ പ്രശ്നം പരിഹരിക്കാൻ നിന്നെക്കൊണ്ട് സാധ്യമല്ല. ഒരു മനുഷ്യൻ നിനക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുകയില്ല. നീ ശ്രമിച്ചാലും നിനക്ക് വേണ്ടി മനുഷ്യൻ ആര് ശ്രമിച്ചാലും നടക്കുകയില്ല. പക്ഷെയോ ദൈവം വിചാരിക്കണം. ദൈവം വിചാരിച്ചാൽ നിനക്ക് എല്ലാ കാര്യവും നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കർത്താവിനെ ഫലമേൽപ്പിക്കുക. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവൻ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ വേദനകൾ എന്തൊക്കെയാണ്, കടഭാരമാണോ നിങ്ങളുടെ പ്രയാസം, അതിനുള്ള വകകൾ എല്ലാം ചെയ്തു തരുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. തിരുവചനം പറയുന്നു, അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അവൻ അന്വേഷിക്കുന്നു. യേശു നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നു. കാരണം യേശുവിൻ്റെ മക്കളായാൽ, നീ യേശുവിൻ്റെ മകനായി ഇന്ന് കാണപ്പെടുന്നെങ്കിൽ നിൻ്റെ എല്ലാ കാര്യവും, നിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാം യേശുവിൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ പെട്ടെന്ന് കയറി ചെന്ന് കൃതജ്ഞതാസ്തോത്രം, കർത്താവേ എനിക്ക് ഇന്ന കാര്യമുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, ഞാൻ ഇടപാടിൽ വരുന്ന ആളാണ് എന്നൊക്കെ നീ പറഞ്ഞാൽ ഒരു ചുക്കും നടക്കില്ല. ഹൃദയശുദ്ധിയോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ
കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ള ചിന്ത നിനക്കുണ്ടേ എങ്കിൽ, ഇവിടെ കർത്താവ് ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ആകുല ചിന്തകളെല്ലാം അവനിൽ സമർപ്പിക്കുക, അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. അവൻ നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ്. നിങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അവൻ തിരക്കുന്നു. എൻ്റെ മകൻ്റെ കാര്യം എന്തായി, എൻ്റെ മകളുടെ കാര്യം എന്തായി, അവരുടെ ദുഃഖങ്ങൾ എന്തായി, അവരുടെ നിലവാരം എന്താണ് എന്ന് നിന്നെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. നീ വിചാരിക്കും കർത്താവ് എന്നെ അങ്ങനെ ശ്രദ്ധിക്കുകയില്ല, കർത്താവ് എൻ്റെ പ്രാർത്ഥനയും കേൾക്കുകയില്ല, കർത്താവ് ഇതുമായിട്ട് ബന്ധവുമില്ല, കർത്താവിന് ഈ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. നിൻ്റെ കാര്യവും നിൻ്റെ വീട്ടിലെ കാര്യവും നിൻ്റെ മക്കളുടെ കാര്യവും നിൻ്റെ ബന്ധുക്കളുടെ കാര്യവും നിൻ്റെ തൊഴിൽ കാര്യങ്ങളും നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതാണ് ദൈവത്തിന് മഹാശക്തനായ ദൈവമെന്ന് പറയുന്നു. സർവേശ്വരൻ എന്ന് പറയുന്ന പേരതാണ്. സർവവും അറിയുന്ന സർവശക്തൻ, അതാണ് ആ ദൈവം. അപ്പോൾ ആ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു, നിൻ്റെ കുറവുകൾ എന്താണെന്ന് അന്വേഷിക്കുന്നു. നിന്നെ അറിയാതെ ദൈവം പ്രവർത്തിക്കും. നിൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് സാധിച്ചു തരും. ആ ദൈവത്തിന് നന്ദി സ്തോത്രം പറയുക. എന്തൊക്കെ ദൈവം നിനക്കായി ചെയ്തു തന്നിട്ടുണ്ടോ അതൊക്കെ ഓർക്കുക. അതിനായി ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക. എങ്കിൽ നിൻ്റെ പ്രശ്നങ്ങൾ നീ മറ്റാരോടും പറയേണ്ട കാര്യമില്ല. നിൻ്റെ യേശുവോട് നീ കാര്യങ്ങൾ സ്വയം സംസാരിച്ചാൽ മതി. യേശു നിനക്കായി കടന്നു വരുന്ന ഒരു ദൈവമാണ്. നിനക്ക് അത്താണിയാണ് യേശു. ആ യേശു നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. வாக்குமாறா தெய்வமே உம் வார்த்தை ஒன்றே போதுமே. இந்த ஆண்டின் நன்மைகள் என்னை வந்து சேருமே. ஹல்லேலூயா, 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 ஹல்லேலூயா. உம் நீதியின் பாதைகளில் அனுதினம் வழி நடத்தி என்னை காக்கின்றீர், முன் செல்கின்றீர். ஹல்லேலூயா. உம் நீதியின் பாதைகளில் அனுதினம் வழி நடத்தி என்னை காக்கின்றீர், முன் செல்கின்றீர். ஹல்லேலூயா. நிறைவேறா வாக்குகள் என் வாழ்வில் நிறைவேறும். நிறைவேறா வாக்குகள் என் வாழ்வில் நிறைவேறும். உம் வார்த்தையில் பொய் இல்லை என்றென்றுமே. வாக்குமாறா தெய்வமே உம் வார்த்தை ஒன்றே போதுமே. இந்த ஆண்டின் நன்மைகள் என்னை வந்து சேருமே. ஹல்லேலூயா, 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 ஹல்லேலூயா. அற்புதம் அதிசயங்கள் என் வாழ்க்கையில் நிறைவேற நீர் அந்தன் மேய்ப்பராய் இருக்கின்றீர். அற்புதம் அதிசயங்கள் என் வாழ்க்கையில் நிறைவேற நீர் அந்தன் மேய்ப்பராய் இருக்கின்றீர். வானத்தின் பலகணிகள் திறக்கவே செய்திடுவீர். வானத்தின் பலகணிகள் திறக்கவே செய்திடுவீர். உம் மேன்மையால் என் களஞ்சியம் செழிப்பாகுமே. வாக்குமாறா தெய்வமே
உம் வார்த்தை ஒன்றே போதுமே. இந்த ஆண்டின் நன்மைகள் என்னை வந்து சேருமே. ஹல்லேலூயா 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 ஹல்லேலூயா. எத்தனை ஆயுதங்கள் என்னை நோக்கி வந்தாலும் எப்போதும் விலகாமல் நீர் காத்தீரே. எத்தனை ஆயுதங்கள் என்னை நோக்கி வந்தாலும் எப்போதும் விலகாமல் நீர் காத்தீரே. எண்ணில்லா நன்மைகள் என் வாழ்வில் செய்திட்டீர். எண்ணில்லா நன்மைகள் என் வாழ்வில் செய்திட்டீர். அதை நினைத்து நான் உம்மை துதித்திட மனம் தந்தீரே. வாக்குமாற தெய்வமே, உம் வார்த்தை ஒன்றே போதுமே. இந்த ஆண்டின் நன்மைகள் என்னை வந்து சேருமே. ஹல்லேலூயா 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 ஹல்லேலூயா. Hallelujah. 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 நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். ஹalleluya. அவர் செய்யும் மேலான நன்மைகளுக்காக ஆண்டவருடைய பேரிரக்கம் பெற்ற மக்கள் நீங்கள். உலகத்தில் உங்களை போன்று வேறு யாருமே இல்லை. ஆண்டவராகிய கடவுளுடைய வாக்குத்தத்தம் கிருபை. கிருபை போதுமே. ஆண்டவர் உங்கள் மேலே தம்முடைய அநாதி இரக்கத்தால் தம் கிருபை அனுப்பினார். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. ஒரு வாசனை வாசிப்போம். அருளப்பெருநற் செய்தி 4ஆம் அதிகாரம் 23, 24 வசனம். நேரம் வருகின்றது, ஏன் வந்தே விட்டது. ஆண்டவர் இயேசு சமாரியா பெண்ணோடு, வேட்டினத்தார் நகரம் சமாரியா, அவர் அவ்வழியாக வரும்போது ஒரு பெண் தண்ணீர் எடுத்து கொண்டு நின்றாள். அவளோடு ஆண்டவர் பேசுகிறார். அவளோடு பேசும்போது கடைசி காலத்தின் திட்டத்தை தெரியப்படுத்துகிறார். அவர் என்ன கூறுகிறார்? நேரம் வருகிறது, ஏன் வந்தே விட்டது. அப்போது மெய்யடியார்கள், உண்மையுள்ளவர்கள், ஆவியிலும் உண்மையிலும் தான் பரம தந்தையை தொழுவார்கள். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. நேரம் வருகிறது, இதான் நேரம் என்று ஆண்டவர் சொல்லவே இல்லை. ஒரு காலம் வருகிறது, அதைத்தான் அவர் தெரியப்படுத்துகிறார். வேட்டினத்தாருக்காக அல்ல ஆண்டவர் இயேசு புறப்பட்டு வந்தது, இஸ்ரவேலுக்காகவும் யூத மக்களுக்காகவுமே ஆண்டவர் வந்தார். ஆனால் அவர்களோ ஆண்டவர் இயேசுவை ஏற்றுக்கொள்ளவே இல்லை. ஆண்டவர் இயேசு சமாரிய பெண்ணோடு பேசுகிறார். அவர் என்ன கூறுகிறார்? நேரம் வருகிறது, ஏன் வந்தே விட்டது. ஹல்லேலூயா. ஒரு காலம் வருகிறது, ஏன் அவர் பூமியில் இறங்கியுள்ளார். அதை அவர் ஒன்றும் புரியாத ஒரு பெண்ணிடம் பேசுகிறார். நேரம் வருகிறது, ஏன் வந்தே விட்டது. அப்போது மெய்யடியார்கள் ஆவியிலும் உண்மையிலும் பரம தந்தையை தொழுவார்கள். ஆவியோடும் உண்மையோடும் பரம தந்தையை தொழுவார்கள். ஹல்லேலூயா ஹல்லேலூயா. நீங்கள் எல்லோரும் ஆண்டவராகிய கடவுளின் ஆவியோடும் வல்லமையோடும் பணிந்து ஆண்டவரை போற்றி துதிக்கின்றீர்கள்.
ஆண்டவரை எப்படி போற்ற வேண்டும்? பலத்தோடு. ஆண்டவரை எப்படி துதிக்க வேண்டும்? சக்தியோடு. ஆண்டவரை எப்படி போற்றி போற்றி துதிக்க வேண்டும்? உரத்த குரலில் அவரை போற்றி துதிக்க வேண்டும். ஆண்டவரை நாம் போற்றும் போது அவருடைய மகிமையானது உங்களை மூடி இருக்கும், ஆனால் உங்களுக்கு அது தெரியாது. ஆண்டவருடைய மேலான மகிமை கடந்து வரும். ஆண்டவராகிய கடவுளுடைய ராஜ்யத்தின் சக்தி வெளிப்படும். ஹல்லேலூயா, ஹல்லேலூயா. ஏன் ஆண்டவர் அப்படி சொன்னார்? ஆவியோடு உண்மையோடு பரம தந்தையை தொழுவார்கள், ஏனெனில் தம்மை கடவுளை ஆராதிக்கும்படியாக தொழும்படியாக இத்தகையோரை கடவுள் தேடுகிறார். ஹல்லேலூயா, ஹல்லேலூயா. ஏன் அப்படி தேடுகிறார்? செயலாற்ற வர வேண்டியவர் ஆண்டவராம் ஆவியானவர். அதை இந்த ஒன்றும் புரியாத வேட்டினத்தாராகிய சமாரிய பெண்ணுக்கு ஆண்டவர் கூறுகிறார். மறைப்பொருள், இது மறைவான ரகசியம். ஆனால் ஆண்டவர் அவளோடு பேசுகிறார். அவர் என்ன பேசுகிறார்? அவளுக்கு ஆவியானவரை தெரியாது, இவர் யாரென்றே தெரியாது. ஆனால் ஆண்டவர் அவளோடு கூறுகிறார், கடவுள் ஆவியானவர். ஹல்லேலூயா, ஹல்லேலூயா. கடவுள் ஆவியானவர், ஆதலால் அவரை தொழுபவர்கள் ஆவியோடும் ஆவியிலும் உண்மையிலும் தான் அவரை தொழுதல் வேண்டும். ஆவியிலும் உண்மையிலும் நாம் ஆண்டவருக்குள்ளே அவருடைய வார்த்தைகளை கேட்டு அறிவும் வழங்கியவராக அல்ல, அறிவால் நிரப்பப்பட்டவர்களாக, நான் என் ஆண்டவர் என் ஜீவன் போனாலும் விட்டு விலக மாட்டேன். அதுதான் ஆண்டவரின் பிள்ளைகளின் வார்த்தை. எனக்கு என்ன ஆண்டவர் போதும், ஆண்டவர் எனக்கு போதும், ஆண்டவர் எனக்கு போதும், ஆண்டவர் போதும், ஆண்டவர் போதும். என்னையும் என் குடும்பத்தையும் என் வீட்டையும் நிரப்புகிற ஆண்டவர் எங்களுக்கு போதும். எங்கள் குடும்பம் ஆண்டவரின் குடும்பம், எங்கள் பிள்ளைகள் ஆண்டவரின் பிள்ளைகள். நாங்கள் ஒருமைக்கு ஆண்டவரோடு வாழ்வோம். அவரை விட்டு விலக முடியாது. அருமையானவர்களே, ஆண்டவரை நேசிக்க வேண்டும். அவர்தான் கடவுள் என்று உண்மையாக ஏற்றுக்கொள்ள வேண்டும். முன்னொரு காலத்தில் கடவுள் யாரென்றே தெரியாது. பிதாவுக்கும் சுதனுக்கும் பரிசுத்த ஆவிக்கும் ஸ்தோத்திரம் உண்டாவதாக என்று சொல்லும் போதும் ஏதோ நாமம், இது கடவுளா தெரியாது. ஒரு கிறிஸ்துமஸ் பண்டிகை வந்தால்தான் ஆண்டவரின் பிறப்பு இது எத்தகையது என்பதை புரியாமலே நாளை கொண்டாடுவார்கள். அருமையானவர்களே, ஆண்டவராகிய கடவுளின் செயலை வர்ணிக்க ஆளில்லை, பேச ஆளில்லை, உண்மையாக தெரிந்து பிறருக்கு சொல்ல ஆளில்லை. நாம் எல்லோரும் ஒன்றித்தால் ஒரு ஜனம் மீண்டும் ஆண்டவன் ராஜ்யத்தின் மக்களாக மாற முடியும். ஹல்லேலூயா, ஹல்லேலூயா. 1 கொரிந்தியர் 3ஆம் அதிகாரம் 16வது வசனம். உங்கள் எல்லோரையும் கடவுள் தமக்குரிய ஆலயங்களாக மாற்றியிருக்கிறார். உங்களை ஆண்டவர் எப்படி மாற்றியிருக்கிறார்? சரீரத்தால் உண்டான பாவ அழுக்கை போக்க அவருடைய இரத்தத்தால் கழுகப்பட்டவர்கள் நீங்கள் எல்லோரும். சரீரத்தில் உண்டான அழுக்குகள் எல்லாம் போக்க, சரீரத்தை ஆலயமாக மாற்ற, சரீரத்தினுள் விளக்கு ஆத்துமா எறிய, அதில் எண்ணெய் ஊட்ட, சரீரம் என்னும் ஏனத்திலும் ஆண்டவருடைய சக்தி கடந்து வர ஆண்டவராகிய கடவுள் செய்த விந்தையான அதிசயமான செயல் இது.
ஹalleluya, ஹalleluya, ஹalleluya. நீங்கள் கடவுளின் ஆலயம் என்பதும் இரத்தத்தால் கழுகப்பட்டவர்கள். வானிலிருந்து பரிசுத்த நீரை பொழியச் செய்வேன், உங்கள் அழுக்குகளெல்லாம் போய்விட நீங்கள் தூய்மையாக இருப்பீர்கள் என்றார். வானிலிருந்து தூய நீரை அனுப்புவேன். எசேக்கியேல் ஆகமம் 36 24 25வது வசனம் வாசிக்க வேண்டாம். அந்த வசனம் என்ன கூறுகிறது? உங்கள் அழுக்கெல்லாம் போக வானிலிருந்து பரலோகத்திலிருந்து தூய நீரை உங்கள் மேல் தெளிப்போம், உங்கள் அழுக்கெல்லாம் போய்விட நீங்கள் தூய்மையா இருப்பீர்கள். மீண்டும் அவர் கூறுகிறார், சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை தூய்மையாக்குவோம், பரிசுத்தப்படுத்துவோம். சிலை வழிபாடு செய்யாதே. சிலை வழிபாடு கொத்தவர் அல்ல, பிதாவாகிய தேவன், உன்னத வல்லமையின் ஆண்டவர். ஆலயங்களுக்கு செல்லும் உங்களுக்கு தெரியும், திருப்பலியின் போது ஆண்டவராகிய கடவுளுக்குரிய கிரேதோ பாடுவார்கள். எப்படி பாடுவார்கள்? ஆண்டவரை குறித்து அவர்கள் கூறுவது, முதலில் உன்னதங்களிலே இறைவனுக்கு மகிமை. இரண்டாவதாக கூறுவது, அதாவது கடவுள் ஒருவரே, கடவுள் ஒருவரே, வேறு கடவுள் இல்லை, வேறு கடவுள் இல்லை. நீ கடவுளை தேடி 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 கும்பிட்டு 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 சாகாத, இறந்து போகாதீர்கள். கடவுள், உன்னதத்தில் இருப்பவர் கடவுள், பிதாவாகிய தேவன். அவர் உன்னத வல்லமையின் ஆண்டவர். கடல் போல அவருடைய ராஜ்யம் வல்லமையால் நிரம்பியுள்ளது. ஹalleluya, ஹalleluya. கடவுளின் ராஜ்யத்தின் மக்கள் நாம் எல்லோரும். ஹalleluya, ஹalleluya. தூய நீரை மேலிருந்து தெளிப்போம், உங்கள் அழுக்கெல்லாம் போய்விட நீங்கள் தூய்மையா இருப்பீர்கள். சிலை வழிபாட்டு தீட்டிலிருந்தும் உங்களை தூய்மையாக்குவோம். மீண்டும் அவர் என்ன கூறுகிறார்? கல்லான இருதயத்தை எடுத்து விடுவோம். உங்களுடைய சரீரத்தில் காணப்படுகிற கல்லான இருதயத்தை அகற்றி விடுவோம். உண்மையான தேவனை அறியும்படியான இருதயத்தை உங்களுக்கு கொடுப்போம். மீண்டும் அவர் என்ன கூறுகிறார்? எசேக்கியேலின் காலத்தில் கூறப்பட்டது. அவர் மீண்டும் கூறுகிறார், எசேக்கியேல், ஆண்டவரின் ஆவியை உங்கள் மேல் ஊற்றப்படும். ஆண்டவரின் ஆவி உங்கள் மேல் இறங்கி வரும். இந்த வசனம் இந்த நாட்களில் இடப்பாடில் நடந்து வருகிறது. ஹalleluya, ஹalleluya. ஆண்டவர் செயலாற்றுகிறார். ஆண்டவர் நமக்கு இதை தருகிறார். ஆண்டவரின் மக்களாக நாம் வாழ வேண்டும். Praise the Lord, glory to Lord, praise the Father. உங்களை கடவுள் தமக்குரிய ஆலயமாக மாற்றியிருக்கிறார். நீங்கள் கடவுளின் ஆலயம் என்றும் கடவுளின் சக்தி உங்களில் கொடி கொண்டுள்ளது என்றும் உங்களுக்கு தெரியாதா? தெரியாத கால மக்களுக்கு தெரியாது, ஆனால் இடப்பாடின் மக்களுக்கு தெரியாதா? கடவுளின் ஆலயங்கள், ஆண்டவர் நம்மை கடவுளின் ஆலயமாக இந்த அழுக்கான சரீரத்தை அவர் மாற்றியிருக்கிறார். கடவுளின் ஆலயத்தை எவனாவது அழித்தால் அவனை கடவுள் அழித்து விடுவார். கடவுளின் ஆலயம், கடவுள் தங்கும்படியாக நம் சரீரங்களை மாற்றியிருக்கிறார். நாம் கடவுளுக்குரிய உரிமையான சொத்து.
நாம் கடவுளுக்குரிய பிள்ளைகள். அவர் நம்மை நம்பினார். நீங்கள் தியானங்களில் வந்தீர்கள், ஆண்டவர் உங்களை ஏற்றுக்கொண்டார். நமக்குள்ளே அவர் தம் ஜீவ வல்லமை அனுப்பினார். அவர் நம்மில் வந்து குடிகொண்டிருக்கிறார். ஹல்லேலூயா. அருமையானவர்களே, பரிசுத்த ஆவியை எல்லோரும் பெற்றுக்கொள்ள வேண்டிய காலம் இந்த காலம். இது ஆண்டவராகிய கடவுளாம் ஆவியானவரின் காலம், ஆண்டவர் செயலாட்டுகிற காலம். எல்லோரும் ஆண்டவர் லூக்கா 11:13 கூறுகிறார், தீயோராகிய நீங்கள், தீயவர்களாகிய மக்களை நல்லவர்கள் என்று ஆண்டவர் கூறுவதில்லை. தீயவர்களாகிய நீங்கள் உங்கள் பிள்ளைகளுக்கு நற்கொடைகள் கொடுக்க தெரிந்திருந்தால் வானத்தில் உள்ள உங்கள் தகப்பனாகிய கடவுள் நீங்கள் கேட்டால் எவ்வளவோ உங்களுக்கு பரிசுத்த ஆவியை கொடுப்பார். நீங்கள் உங்கள் இல்லங்களில் இருக்கும்போதும் ஜபிக்க நேரமும் ஆண்டவரை நோக்கி கதறுங்கள். உமது ஆவியை தாரும் ஆண்டவரே, உமது ஆவியை ஓட்டும் ஆண்டவரே, உமது ஆவியை எங்கள் மேல் அனுப்பும் ஆண்டவரே. எங்கள் பிள்ளைகள் மேலே, எங்கள் சகோதரர்கள் மேலே, கணவன் மனைவி மேலே, குடும்பத்தார் மேலே உமது ஆவியை, அணையாத ஆவியை ஓட்டும் ஆண்டவரே, ஓட்டும் ஆண்டவரே, உமது ஆவியை தாருமப்பா. நாங்கள் தகுதியில்லாதவர்கள், மீண்டும் மீண்டும் கெஞ்சி கேட்கிறோம், உமது ஆவியை தாரும் ஆண்டவரே என்று மண்டாட வேண்டும். இனியுள்ள காலத்தில் உங்கள் மண்டாட்டு உங்களுக்காக என்பதை விட ஆண்டவர் தம் ஆவியை அனுப்புவதற்கு மன்றாட வேண்டும். மகா எழுப்புதலின் காலம் ஜுவாலை போல பரலோக ராஜ்யம் பூலோகத்தை நிரப்பப் போகிறது. நாம் எல்லோரும் அவர் பார்வையில் ஜபிக்கும் வீரர்களாக மாற வேண்டும், ஜபிக்க வேண்டும். எதை நினைத்தும் செய்தியில் கேட்டது போல நீங்கள் கவலைப்படாதிருங்கள். கவலையால் எதுவும் சாதிக்க முடியாது. வியாதி வந்தாலும் நம் ஆண்டவர் நம்மோடு இருக்கிறார். அது விட்டு போகும். வேதனையான காலம் கடந்து போகும். கடன் கஷ்டங்கள் மாறிப்போகும். பிள்ளைகளின் படிப்புகளும் மாற்றம் உண்டாகும். நேரம் இன்னும் நெருங்கி வாரம். ஆண்டவர் அவருடைய இருக்கையிலிருந்து எழும்புவார். ஒரு நல்ல காலத்திற்காக, அணையாத விளக்கு ஏற்றுவதற்காக, விளக்கில் மீண்டும் எண்ணெய் ஊற்றுவதற்காக உங்களில் எப்போதும் பிரேயர் நடக்கும்போது அவருடைய ராஜ்யத்தின் சக்தியை அனுப்பி கொண்டே இருக்கிறோம். நீங்கள் மாற்றமில்லாமல் கடவுளோடு இருப்பதற்காக. அருமையானவர்களே, ஒருவர் அன்பு செய்யுங்கள், சமாதானத்தோடு இருங்கள். கடவுள் உங்களோடு இருப்பார். உங்கள் இல்லங்களை அவர் நடத்துவார். ஆமென். எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord. Glory to Lord. Glory to Father. Hallelujah. 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 வல்லமை தாரும் ஆண்டவரே. Hallelujah. Hallelujah. வல்லமை தாரும், வல்லமை தாரும். ஜப ஆவியை ஊற்று, ஆத்ம பாரத்தை தாரு. இந்த மக்களின் தேவைகளை பூர்த்தியாக்கு. அவர்கள் இல்லங்களை செழிப்பாக்கு. குடும்பங்களை ஆசீர்வதியும். தேவைக்கு மிச்சமாய் கொடுக்கும்படியை ஜபிக்கிறேன் ஆண்டவரே. நிரப்பை கட்டி எழுப்பும் ஆண்டவரே. படிப்பில் பிள்ளைகளுக்கு முன்னேற்றம் உண்டாகட்டும். வேலை வாய்ப்புகள் உண்டாகட்டும். தடைபட்ட காரியங்கள் நடக்கட்டும். ஆண்டவர் நாளிலிருந்து உன்னத வல்லமை புறப்பட்டு செல்லும்படியாய் மண்டாடுகிறோம். உடைய ராஜ்யத்தின் சக்தி ஒவ்வொரு இல்லத்தை நிரப்பும்படியாய் மண்டாடுகிறோம். உடைய ராஜ்யத்தின் வல்லமை புறப்பட்டு செல்ல மண்டாடுகிறோம். நிரப்பும் ஆண்டவரே, நிரப்பு ஆண்டவரே. வல்லமை தாரும் அப்பா, வல்லமை தாரும் அப்பா, வல்லமை தாரும் ஆண்டவரே, வல்லமை தாரும் ஆண்டவரே. எங்கள் குடும்பத்தில் எங்கள் வீட்டை நிரப்ப வாரும் ஆண்டவரே. சிறு குழந்தை முதல் எல்லோர் மேலும் அது வல்லமை ஆளுகை செய்ய மண்டாடுகிறேன்.
Praise the Lord. Glory to Lord. Glory to Father. Hallelujah. 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 வல்லமை தாரும் ஆண்டவரே, வல்லமை தாரும் ஆண்டவரே. தகுதியில்லாத மக்களை உம்முடைய ஆலயங்களாக மாற்றினீரே. தகுதியில்லாத மக்களாகிய எங்களை உம்முடைய ஆலயங்களாக மாற்றினீரே. வல்லமை தாரோப்பா. சகோதரர்கள் உறக்கே கூவி கேளுங்கள். வல்லமை தாரும் ஆண்டவரே, 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 வல்லமை தாரும் ஐயா. ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும். தொழில் முன்னேற்றத்தை கொடுத்து ஆசீர்வதியும். வேலை வாய்ப்புகளை கொடுத்து ஆசீர்வதியும் ஆண்டவரே. வட்டாத நீருறவை திறந்து ஜீவ நீரூட்டு பொட்டி புறப்படட்டும். எல்லா இல்லங்களிலும் கடந்து செல்வதாக, எல்லா வீட்டை நிரப்புவதாக, எல்லா மக்களிலும் புறப்பட்டு செல்வதாக. நன்றியோடுமை துதிக்கிறோம் ராஜா, நன்றியோடுமை துதிக்கிறோப்பா. இந்த மக்களுக்கு கவச வலயமாக உடைய சக்தி இறங்கட்டும், உடைய கிருபை இறங்கட்டும், உடைய ஆளுகை புறப்பட்டு வரட்டும். இந்த மக்கள் எல்லோரும் எல்லா ஆபத்திலும் இருந்தும் பாதுகாக்கும்படியை ஜெபிக்கிறோம், ஆசீர்வதிக்கும்படியை ஜெபிக்கிறோம், காத்து பரிபாலிக்கும்படியை ஜெபிக்கிறோம். ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. நிரப்பே 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 நிரப்பே. ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆசீர்வதியும். எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். உங்கள் ஜெபங்களும் ஜீவனுள்ள நல்ல பிதாவே, என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, என் முழுள்ளமே என்னுடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்மாவே கர்த்தரை ஸ்தோத்திரி, அவற்றை சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா.